നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാനൊരു വീഡിയോ പറഞ്ഞിരുന്നു. ഇന്ത്യ മിക്കവാറും ബ്രിക്സിൽ നിന്നും പുറത്തു പോകും. അപ്പം ബ്രിക്സ് തുടങ്ങിയ സമയത്ത് ഇന്ത്യക്ക് ആ ബ്രിക്സ് ബാങ്കിൻ്റെ ചെയർമാൻ പോസ്റ്റ് കിട്ടി. കാമറ്റ് ICICയുടെ അതിൻ്റെ ഹെഡായിരുന്നു, അതിൻ്റെ ഡയറക്ടറായിരുന്നു, മാനേജിങ് ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് ഈ അടുത്ത സമയത്തുണ്ടായ ഡെവലപ്മെൻ്റാണ് ഏറ്റവും ഭയാനകമായ രീതിയിൽ ഇന്ത്യ ഇത് പുറത്തു പോകാനുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം. ചിലപ്പോൾ ബ്രിക്സിൻ്റെ മീറ്റിംഗ് ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നത്. ഇന്ത്യയാണ് ഹോസ്റ്റിംഗ് നേഷൻ എന്ന് പറയും. ചിലപ്പോൾ ബ്രിക്സിൻ്റെ മീറ്റിംഗ് നടക്കുമായിരിക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പങ്കെടുക്കുമെന്ന് പറയുന്നു. ചൈനീസ് പ്രസിഡന്റിൻ്റെ കാര്യം തീരുമാനമായിട്ടില്ല. ബ്രസീൽ ഒരു കാര്യം കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അവർ അമേരിക്കയുമായിട്ടൊരു പ്രശ്നത്തിന് പോകാൻ തയ്യാറല്ല. കാരണം അവരുടെ എക്കോണമിയെ ബാധിക്കാൻ തുടങ്ങിയ സാങ്ഷനും മറ്റുള്ള ട്രേഡുമായി ബന്ധപ്പെട്ട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന കഴിഞ്ഞ 2 മാസം മുമ്പ് സൗത്ത് ആഫ്രിക്കയിൽ ബ്രിക്സ് നേഷൻസ് നടത്തിയ നേവൽ എക്സർസൈസ്, അതിനകത്ത് ഇന്ത്യ പങ്കെടുത്തില്ല. ബ്രസീലും ഡെലിബറേറ്റ് ആയിട്ട് പങ്കെടുത്തില്ല. ഇപ്പോൾ ചൈനയും റഷ്യയും മറ്റുള്ള രാജ്യങ്ങളും ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ പങ്കെടുത്തു. ഇന്ത്യ എന്താ പങ്കെടുക്കാഞ്ഞേ? അതായത് അമേരിക്കയുടെ കർശനമായ നിർദ്ദേശമുണ്ട്. അതായത് ഇന്ത്യ ബ്രിക്സ് നേഷൻ്റെ എക്സർസൈസിലും ഈ പറയുന്ന നേവൽ എക്സർസൈസിലും ഡിഫൻസ് സ്ട്രാറ്റജി എക്സർസൈസിൽ പങ്കെടുക്കുകയാണെങ്കിൽ അമേരിക്കയായിട്ട് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ബന്ധം, അതായത് ഡിഫൻസുമായിട്ടുള്ള ബന്ധം അവർ അവസാനിപ്പിക്കും. കാരണം ഈ പറയുന്ന എക്യുപ്മെൻസും അമേരിക്കൻ തരുന്ന സാധനങ്ങളൊക്കെയാണ് എക്സർസൈസിൽ ജോയിൻ്റായിട്ട് പോയി ഷോ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതിൽ ട്രംപ് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ഡെവലപ്മെൻ്റ് എന്താണ്? അതായത് ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക വാർ നടക്കുകയാണ്. ഹോർമസ് അടച്ചിരിക്കുകയാണ്. അപ്പം അമേരിക്കയുടെ സാങ്ഷൻ കുറച്ച് നാളത്തേക്ക് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാം. അപ്പോൾ റഷ്യയുടെ പുടിനും അതേപോലെ ചൈനീസ് പ്രീമിയർ ഷീ ജിൻപിങ് ഇവരാവശ്യപ്പെടുന്നത്, അതായത് ബ്രിക്സിലെ പ്രധാനപ്പെട്ട 2 നേഷൻസ് ആവശ്യപ്പെടുന്നത്, ഇന്ത്യ ഓയിൽ വാങ്ങുന്നത് ഒന്നില്ലെങ്കിൽ ചൈനീസ് യുവാനിലായിരിക്കണം, ഡോളറിൽ പാടില്ല, അല്ലെങ്കിൽ റഷ്യൻ റൂബിളിലായിരിക്കണം. ഇതെങ്ങനെ ഇന്ത്യക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അതായത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പല പോയിന്റുകളുണ്ട്. ഇന്ത്യ ചില മീഡിയയും ബ്രിക്സ് ബാങ്കിനെ പറ്റിയും അതേപോലെ ബ്രിക്സിലെ കറൻസിയെ പറ്റിയൊക്കെ പറയുമ്പോൾ ബ്രിക്സും അതേപോലെ ഷങ്കായി കോർപ്പറേഷൻ SCO ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ചൈനയുടെ സാധനമാണ്. എന്തിനാണ് ചൈന ഇത് കൊണ്ടുവന്നത്? അമേരിക്കയുമായിട്ട് ഗെയിം കളിച്ച് അമേരിക്ക ഒതുക്കാനുള്ള ഓർഗനൈസേഷനാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ട് ഇന്ത്യ എടുത്തിട്ട്, അതായത് അമേരിക്കൻ ഡോളറിന് നമ്മൾ ചൈനീസ് കറൻസിയിലോട്ട് ബിസിനസ് മാറ്റണം. ഇതാണ് ചൈനയുടെ ആഗ്രഹം. അതിന് കൂട്ടുനിൽക്കുകയാണ് റഷ്യ. എന്തിനാണ് ബ്രിക്സിനകത്ത് പാകിസ്ഥാനെ കൊണ്ടുവരാൻ ചൈനയും ഈ റഷ്യയും കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? അതായത് ഇന്ത്യ ഒന്ന് മൂലക്കിരുത്താൻ വേണ്ടി. ബ്രിക്സിൽ ഏറ്റവും കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ചൈനയാണ്. ഇപ്പം ചൈനയുടെ രീതിയിൽ ചൈനീസ് കറൻസിയിലായിരിക്കണം നമ്മൾ ട്രേഡ് നടത്തുന്നത്. അതാണ് ഇവിടുത്തെ പല മീഡിയയ്ക്കും മനസ്സിലായിട്ടില്ല. ബ്രിക്സ് ആരുടെയാണ്? ഇത് പൂർണ്ണമായിട്ടും ചൈനയുടെയാണ്. അപ്പം അതിൻ്റെ അകത്ത് മറ്റ് സ്റ്റേക്ക് ഹോൾഡറാണ് ഇന്ത്യ, റഷ്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക. അത് ഈ ചൈനയ്ക്കാണ് 40% അതിൻ്റെ സ്റ്റേക്ക്, അതായത് ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം 20 പിന്നെ അതിൻ്റെ അകത്ത് ഏറ്റവും കുറച്ചുള്ളത് ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കയാണ്. ബാക്കിയുള്ള നേഷൻസ് ഒരേപോലെയാണ്. ഇന്ത്യയും റഷ്യയും ഒരേപോലെയാണ് അതിൻ്റെ അകത്ത് പണം നിക്ഷേപിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രശ്നമുണ്ട്. അതായത് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു അവരുടെ കറൻസി എന്ന് പറയുന്നത്, അവർ എണ്ണ വാങ്ങുന്നത്, അതായത് ഹോർമസുമായി ബന്ധപ്പെട്ട കറൻസി എന്ന് പറയുന്നത് ചൈനീസ് യുവാനിലെ അവർ വാങ്ങുകയുള്ളൂ. റഷ്യയും ഇന്ത്യയോട് പറയുകയാണ്, റഷ്യ ഇന്ത്യക്ക് ഓയിൽ കൊടുക്കും, ഒന്നില്ലെങ്കിൽ അത് ചൈനീസ് യുവാനിൽ കൊടുക്കണം, അല്ലെങ്കിൽ റൂബിളിൽ കൊടുക്കണം, അല്ലാതെ ഡോളർ പാടില്ല. ഇന്ത്യ അത് റിജക്റ്റ് ചെയ്തു.
ഇതാണ് അതിൻ്റെ ഇഷ്യൂ. അതേപോലെ തന്നെ ബ്രിക്സിൻ്റെ മറ്റൊരു ഇൻഫോർമലായിട്ടുള്ള മീറ്റിങ്ങിനകത്ത് ഇറാനെ പിന്തുണയ്ക്കണം ഇന്ത്യയോട് ആവശ്യപ്പെടുകയാണ്. അതായത് ചൈനയും റഷ്യയും. ഇന്ത്യക്ക് എങ്ങനെ ഇറാനെ പിന്തുണയ്ക്കാൻ പറ്റും? ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കാണണം. ഇന്ത്യക്ക് ഒരു കാരണവശാലും ഇറാനെ പിന്തുണയ്ക്കാൻ പറ്റില്ല. അമേരിക്കയുടെ സൈസ് ഓഫ് എക്കോണമി എന്ന് പറയുന്നത് ഇറാൻ്റെ 60% മുകളിലാണ്. പിന്നെ മറ്റുള്ള ഈ റഷ്യൻ ഫാനുകളും മറ്റുള്ളവരോടൊരു കാര്യം ഞാൻ പറയാം. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ പിണക്കി, ആ ഡോളറിനെ പിണക്കി ഇന്ത്യക്ക് പോകാൻ പറ്റില്ല. ഇന്ത്യ തൊലച്ച് കളയവർ. കാരണം ഇന്ത്യയിൽ ഇത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന അമേരിക്കൻ കമ്പനികളാണ്. IT സെക്ടർ ആണെങ്കിലും മറ്റു പല സെക്ടേഴ്സിലും. ഈ പറയുന്ന ടെക്നോളജി വാങ്ങുന്ന അവിടുന്നാണ്. നമ്മുടെ മേജറായിട്ടുള്ള ടെക്നോളജി സ്ട്രാറ്റജി ഇതെല്ലാം അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഇസ്രായേലിൽ നിന്ന് വരുന്നുണ്ട്. കാരണം റഷ്യയുമായിട്ട് നമ്മൾ കുറച്ചുകൊണ്ട് വരികയാണ്. ഇപ്പം റഷ്യക്ക് ഇന്ത്യയോട് ഇഷ്ടപ്പെടാഞ്ഞതിൻ്റെ കാര്യം എന്താ? പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ. റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നു. അദ്ദേഹം Su-57 അത് കോട X-500 ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഈ സംഭവങ്ങളെല്ലാം റിജക്റ്റ് ചെയ്തു. അവസാനം ഫ്രാൻസുമായിട്ട് നമ്മൾ ഉടക്കിലായി. എന്താണ് ഫ്രാൻസുമായിട്ട് ഉടക്കായത്? അതായത് ആദ്യം നമുക്ക് റഫേൽ തരുമ്പോൾ സോഴ്സ് കോഡ് തരാമെന്ന് പറഞ്ഞു. ആദ്യത്തെ ലോട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ ലോട്ടിൽ അതിൻ്റെ പേരിലാണ് MiG-21 നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് റഫേൽ ബേസ് എയർക്രാഫ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത്. ഏകദേശം 117 എയർക്രാഫ്റ്റ്, ദാറ്റ് ഇൻക്ലൂഡിങ് ഈ പറയുന്ന വിക്രാന്ത് എന്ന എയർക്രാഫ്റ്റ് കരിയറിനകത്ത് നേവൽ ഫ്ലീറ്റിനകത്ത് ഇതുണ്ട്. ഇതെല്ലാം ധാരണയായി. അവസാന നിമിഷം ഫ്രാൻസ് നമ്മളെ കാലുവാരി. ഫ്രാൻസ് പറഞ്ഞു സോഴ്സ് കോഡ് തരാൻ പറ്റത്തില്ല. പക്ഷേ ഫ്രാൻസുമായിട്ട് ഈ ഡീലിന് പോകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ, അതായത് പ്രത്യേകിച്ച് എയർഫോഴ്സിൻ്റെ പല എക്സ്പേർട്ടുകളും സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല എക്സ്പേർട്ടുകളും ഭയങ്കരമായിട്ട് എതിർത്തു. കാരണം ഏരിയൽ എൻഗേജ്മെൻറ്റ്, അതായത് ഈ പാകിസ്ഥാൻ നമ്മുടെ ഏരിയൽ എൻഗേജ്മെൻ്റാണ് നടന്നത്. അതിനകത്ത് ഈ പറയുന്ന ചൈനീസ് ഈ എയർക്രാഫ്റ്റുമായിട്ട് ഈ പറയുന്ന റഫേലിൻ്റെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നു. അതായത് ഇന്ത്യൻ പട്ടാളത്തിൻ്റെയും ഡിഫൻസിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വന്നു. അപ്പോൾ അടുത്ത ചോയ്സ് എന്താ? കാരണം ഈ പറയുന്ന F-35 എന്ന് പറയുന്നത് വാങ്ങാൻ പറ്റത്തില്ല. കാരണം ഹ്യൂജ് ചിലവാണ്. അതിനേക്കാൾ ഉപരി അതിൻ്റെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാകാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും വലിയൊരു ചിലവാണ് ഉണ്ടാകുന്നത്. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കണം, അടുത്ത സമയത്ത് ഇന്ത്യയുടെ എയർ ചീഫ് മാർഷലും ഏകദേശം 20 അംഗ ടീം അമേരിക്കയിൽ പോയി ബോയിങ് കമ്പനിയുമായിട്ട് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ എയർ ചീഫ് മാർഷൽ ഫ്ലൈ ചെയ്തു F-15 എന്ന് പറഞ്ഞ് ഈഗിൾ എയർക്രാഫ്റ്റ്. കാരണം അത് പ്രൂവണാണ്. അതായത് ഇസ്രായേലും അത് ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ അമേരിക്ക ഉപയോഗിക്കുന്നു, ഇറാനെതിരെ ഉപയോഗിച്ചു. അത് സക്സസ്ഫുൾ. ഈ പറയുന്ന F-15 ഈ കാറ്റഗറിയിൽപ്പെട്ട ഫൈറ്ററാണ് അവർ ഇറാൻ ഒരെണ്ണം അടിച്ചിട്ടത്. പക്ഷെ നല്ല ബോംബറാണ്. എയർ എൻഗേജ്മെൻറ്റിൽ ഏറ്റവും നല്ല സാധനമാണ്. ഈ ചൈനീസ് എയർക്രാഫ്റ്റിന് ശരിക്കും കൗണ്ടർ ചെയ്യും. അതിൻ്റെ ലെങ്തും അതിൻ്റെ എയർ ടു എയർ മിസൈലിനും ഇൻ്റഗ്രേറ്റഡ് നല്ലതാണ്. അതിനേക്കാളൊക്കെ ഉപരി ഇതിൻ്റെ മെയിൻ്റനൻസ് കുറവാണ്. മൂന്നാമത്തെ ഒരു സംഭവം വരുന്നത്, ഈ ഓൾറെഡി ഈ ബോയിങ്ങിന് ഇന്ത്യയിൽ സർവീസും പരിപാടിയും ഒക്കെ ഉണ്ട്. കാരണം ബോയിങ്ങിൻ്റെ എയർക്രാഫ്റ്റ് ഇന്ത്യ വാങ്ങുന്നുണ്ട്, ഇന്ത്യയുടെ പ്രൈവറ്റ് കമ്പനി എയർ ഇന്ത്യ എല്ലാം വാങ്ങുന്നുണ്ട്. ഇതിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെയാണ് റഷ്യയുമായിട്ട് അതേപോലെ ഫ്രാൻസുമായിട്ട് ഇന്ത്യ ഒന്ന് ഒരസ് ചെയ്ത്. കാരണം ഇവരവരുടെ ബിസിനസ്സുമായിട്ടാണ് ഇന്ത്യയിൽ വന്നത്. അമേരിക്ക കൃത്യമായിട്ട് പറഞ്ഞു വീണ്ടും ഈ പറയുന്ന മറ്റൊരു എക്കോസിസ്റ്റം ഇവിടെ മറ്റുള്ള രാജ്യങ്ങൾ റഷ്യയുമായിട്ടോ മറ്റുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർ ഫർദർ ഇന്ത്യയുമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പിന് ഫർദർ പോകാൻ തയ്യാറല്ല. അതായത് ഇങ്ങനെയുള്ള ടോക്സ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പം വില കുറച്ച് തരാം. അപ്പം അതിനെപ്പറ്റിയുള്ള നെഗോസിയേഷനും പരിപാടികൾക്കും ഒരു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പ് പറയാം, ഇനി ഇന്ത്യ ഫർദർ റഫേൽ വാങ്ങാൻ പോകുന്നില്ല. കാരണം അവർ സോഴ്സ് കോഡ് തരത്തില്ല. കാരണം അതിനകത്തുള്ള വെപ്പൺസ് മുഴുവൻ അവരുടെ കയ്യിൽ തന്നെ വാങ്ങണം. അതായത് സോഴ്സ് കോഡ് കിട്ടാതെ നമ്മളിത് മേടിച്ചുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ പറയുന്ന വലിയ പെർഫോമൊന്നും ഈ റഫേൽ ലോകത്തെവിടെയും കാണിച്ചിട്ടില്ല. എവിടെയും ഒരു പ്രൂവൻ ട്രാക്കും ഇല്ല. അപ്പം ഞാൻ ബ്രിക്സിലോട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ
ഇന്ത്യ മിക്കവാറും ബ്രിക്സിൽ നിന്ന് ഈ UAE ഒപെക്കിൽ നിന്ന് എക്സിറ്റ് ആയ പോലെ ഇന്ത്യ ബ്രിക്സിൽ നിന്ന് എക്സിറ്റ് ആവും. കാരണം കൃത്യമായിട്ട് അമേരിക്ക നമുക്കൊരു വാർണിംഗ് തന്നിട്ടുണ്ട്. ഇന്ത്യ ബ്രിക്സിൽ പോകാൻ പാടില്ല. ഇന്ത്യ ബ്രിക്സിൽ പോവുകയാണെങ്കിൽ കോഡിൽ ഇന്ത്യ കാണത്തില്ല. കോഡെന്ന് പറയുന്നത് ഫ്രീസ് ചെയ്ത് കളയും. കാരണം കോഡ് കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത്. അതായത് മാരിടൈം ആണെങ്കിൽ ഈ പറയുന്ന ജപ്പാനും ഓസ്ട്രേലിയയും അമേരിക്കയായിട്ടുള്ള ജോയിൻ്റാണ് ഈ സംഭവം കോഡെന്ന് പറയുന്നത്. അതിന് നമുക്ക് വെൽ അഡ്വാൻറ്റേജ് ആണ്. ഈ രാജ്യങ്ങൾ പണം മുടക്കുകയും ചെയ്യും, അവരുടെ ടെക്നോളജി നമ്മൾക്ക് കിട്ടും. അപ്പം അതിങ്ങനെ ഏകദേശം അത് ഡീറെയിലായിട്ട് കിടക്കുകയാണ്. ഇന്ത്യയുടെ ബ്രിക്സും പരിപാടികളും ചൈനയുടെ കെട്ടിപ്പിടുത്തവും പുട്ടിൻ്റെ കെട്ടിപ്പിടുത്തവും. അതിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയാണ് മോദി ഗവൺമെൻറ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഈ അമേരിക്കയെ ഹർട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഈ പറയുന്ന മോദി ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാധിക്കും, ഇന്ത്യയുടെ എക്കോണമിയെ ബാധിക്കും. കഴിഞ്ഞ സമയത്ത് ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറി, അതായത് സീനിയറായിട്ടുള്ള IAS ഓഫീസർ റിട്ടയറായി. അദ്ദേഹം തന്നെ പറഞ്ഞു ഇപ്പോഴത്തെ പോക്ക് മോദി ഗവൺമെൻറ്റിൻ്റെ 5 ട്രില്യൺ എക്കോണമി എന്ന് പറയുന്നത് 2029 സക്സസ് ആകാൻ പോകുന്നില്ല. കാരണം അമേരിക്കയുടെ പ്രശ്നം ഇങ്ങനെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഇറാൻ്റെ ഹോർമസും മറ്റുള്ള സംഭവങ്ങളും. മറ്റുള്ളൊരു സീനിയർ ഓഫീസർ പറയുന്നത് ഈ ഹോർമസിലുണ്ടാകുന്ന ഈ ഓയിൽ ക്രൈസിസ് എന്ന് പറയുന്നത് 1971 ശേഷം ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് ആണ്. അത് എനർജിയാണ് ക്രൈസിസ്. പല രാജ്യങ്ങളും പെട്ടുകിടക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഒരു കാരണവശാലും ഇന്ത്യ അമേരിക്കയെ ശത്രുവാക്കാൻ പോകുന്നില്ല. റഷ്യൻ എക്കോണമി തകർന്ന് നാശമായിട്ട് കിടക്കുകയാണ്. വാർ നടത്തി അതിനൊരു എൻഡിങ് ഉണ്ടാവുന്നില്ല. ചൈനീസ് എക്കോണമിയും പുറകിലോട്ട് പോവുകയാണ്. ഇന്ത്യയെങ്കിലും ചതിക്കുഴിയിൽ കൊണ്ട് വീഴ്ത്താൻ വേണ്ടിയാണ് റഷ്യയും ചൈനയും ഇപ്പോഴും ചൈനീസ് കറൻസി ഇന്ത്യ ഉപയോഗിക്കാൻ ആലോചിച്ച് നോക്കണം. ഇന്ത്യയുടെ മുകളിൽ മുഴുവനായിട്ട് ബുൾഡോസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിനെ അമേരിക്ക ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കത്തില്ല. ഈ ഒരു ക്രൈസിസിലാണ് ഈ ബ്രിക്സിൻ്റെ കാര്യത്തിൽ ഏകദേശം 1-2 മാസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാകും. അതായത് ചൈനീസ് കറൻസി വെച്ച് ഇന്ത്യ കച്ചവടം ചെയ്യത്തില്ല. അതേപോലെ റഷ്യൻ കറൻസി ഉപയോഗിച്ച് റൂബിൾ ഉപയോഗിച്ച് ഇന്ത്യ റഷ്യയുടെ ഓയിലും വാങ്ങത്തില്ല. കാരണം ഇന്ത്യ ഒരിക്കലും ഡോളറിനെ ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കുകയില്ല. കാരണം ഇന്ത്യയിലിരിക്കുന്ന റിസർവ് എന്ന് പറയുന്ന ഡോളറാണ്. കാരണം ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കയുടെ ശത്രുവായി മാറുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയുടെ ഫ്യൂച്ചർ എക്കോണമി ആയിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് പറയാം, നേരത്തെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ബ്രിക്സ് എന്ന് പറഞ്ഞ സംഭവം പൊളിയാൻ പോവുകയാണ്. അതിനകത്ത് ബ്രസീൽ സിഗ്നൽ കൊടുത്തു. ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കയും ഇത് ഫർദറായിട്ട് അമേരിക്കയോട് ഉടക്കി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഇതിന് ഇന്ത്യയും ഔട്ടാകും. ചിലപ്പോൾ ബ്രിക്സിനകത്ത് പാകിസ്ഥാൻ വന്നേക്കാം, ഇറാൻ വന്നേക്കാം. ഈ പറയുന്ന മേജറായിട്ടുള്ള ബ്രിക്സിലെ പ്രധാനപ്പെട്ട മറ്റുള്ള രാജ്യങ്ങൾ പിന്മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.